PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 ജനുവരിയിൽ ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ആദ്യത്തെ പോയിന്റ് പഠിക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. തുടർന്നും വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ആണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ മികച്ച ചിത്രം എന്ന് പറയുന്നത് ദി ബ്രൂട്ടലിസ്റ്റ് ആണ്. ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച ചിത്രം 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ദ ബ്രൂട്ടലിസ്റ്റ്. അതുപോലെ മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് എമിലിയ പെരേസ് ആണ്. ഇതൊരു ഫ്രഞ്ച് സിനിമയാണ്. എമിലിയ പെരേസ് ഇതൊരു ഫ്രഞ്ച് സിനിമയാണ്. അപ്പോൾ 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ ഏറ്റവും മികച്ച ചിത്രം ചോദിച്ചാൽ അത് ബ്രൂട്ടലിസ്റ്റും, അതേപോലെ ഇംഗ്ലീഷ് ഇതര സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് എമിലിയ പെരേസുമാണ്. ഇതൊരു ഫ്രഞ്ച് സിനിമയാണ്. ഇനി മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് ബ്രാഡി കോർബറ്റ് ആണ്. ബ്രാഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹം ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയുടെ സംവിധായകനാണ്. അതുപോലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏഡ്രിയൻ ബ്രൂഡിയാണ്. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹവും ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനേതാവാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. ഏറ്റവും മികച്ച ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ഏറ്റവും മികച്ച ചിത്രം ചോദിച്ചാൽ അത് ബ്രൂട്ടലിസ്റ്റ് ആണ്. അതുപോലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ ചോദിച്ചാൽ അത് എമിലിയ പെരേസ് ആണ്. ഇതൊരു ഫ്രഞ്ച് സിനിമയാണ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് ആണ്. ദി ബ്രൂട്ടലിസ്റ്റിന്റെ സംവിധായകനാണ്. മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡിയാണ്. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ അത് ഫെർണാണ്ടോ ടോറസ് ആണ്. കാണുന്നതാണ് ഫെർണാണ്ടോ ടോറസ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത മികച്ച സഹനടൻ ആരെന്ന് ചോദിച്ചാൽ അത് കീരൺ കൾക്കിങ് ആണ് മികച്ച സഹനടൻ. അദ്ദേഹം എ റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ മികച്ച സഹനടി ആരെന്ന് ചോദിച്ചാൽ അത് സോയി സൽദാനയാണ്. അത് എമിലിയ പെരേസ് എന്ന അഭിനയത്തിനാണ് സോയി സൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മികച്ച തിരക്കഥ ഏതെന്ന് ചോദിച്ചാൽ അത് കോൺക്ലേവ് എന്ന സിനിമയുടെ തിരക്കഥയാണ്. മികച്ച തിരക്കഥ കോൺക്ലേവ് എന്ന സിനിമയുടെ തിരക്കഥയാണ് മികച്ച തിരക്കഥ. മികച്ച ടെലിവിഷൻ സീരീസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഷോഗനാണ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗനാണ്. അപ്പോൾ 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്, മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്, മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി, മികച്ച നടി ഫെർണാണ്ടോ ടോറസ്, മികച്ച സഹനടൻ കീരൺ കൾക്കിങ്, മികച്ച സഹനടി സോയി സൽദാന, മികച്ച തിരക്കഥ കോൺക്ലേവ്, മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൻ. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. ഇത് 2024 പ്രഖ്യാപിച്ചത്. അപ്പോൾ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം അതിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018 എന്ന സിനിമയാണ്. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 ലഭിച്ച മികച്ച സിനിമയാണ് 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ ആയിരുന്നു. മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ അത് ടൊവിനോ തോമസ് ആണ്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക വി അരുന്ധതിയാണ്. അപ്പം ഈ ഒരു JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ച് നമ്മുടെ PSC ബുള്ളറ്റിനിൽ ഇത്രയും കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും തന്നെ പ്രധാനപ്പെട്ടതാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പോൾ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 അല്ലേ. 2023 മികച്ച സിനിമ ഏതാണ്? 2018. മികച്ച സംവിധായകൻ ചോദിച്ചാൽ അത് അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2024 ഐവറി പുരസ്കാരം നേടിയ ഗായിക ആരാണ്? KS ചിത്ര. അടുത്തൊരു പോയിന്റ് 2025
പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ നടനാണ് നമ്മുടെ ജഗതി ശ്രീകുമാർ, അല്ലെ, ജഗതി ശ്രീകുമാർ. അപ്പോൾ നമ്മുടെ ജഗതി ശ്രീകുമാർ, അല്ലെ, അദ്ദേഹത്തിന് ഈ അടുത്തിടെ 2025 ലഭിച്ച അവാർഡ് ഏതാണ്? അത് ഏതാണ്? പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരമാണ് 2025 അല്ലെ, 2020 ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അത് കിട്ടിയത് ആർക്കാണ്? നടൻ ശ്രീ ജഗതി ശ്രീകുമാറിന്. അടുത്തൊരു പോയിന്റ് നോക്കാം. വിലാസിനി നോവൽ പുരസ്കാരം. വിലാസിനി, അല്ലെ, വിലാസിനി തൂലികാനാമമാണ്, നമുക്കറിയാം അല്ലെ, MK മേനോന്റെ തൂലികാനാമമാണ് വിലാസിനി എന്ന് പറയുന്നത്. ആ വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നസീറയ്ക്കാണ്. നസീറ. ഏത് നോവലിനാണ്? ഉച്ചാടനം എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വിലാസിനി നോവൽ പുരസ്കാരം, അടുത്തിടെ വിലാസിനി നോവൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നസീറയാണ്. ഏത് കൃതിക്കാണ്? ഉച്ചാടനം എന്ന കൃതിക്ക്. ഇനി പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന് ലഭിച്ചു, അല്ലെ. അപ്പൊ ഏതാണ് അവാർഡ്? പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം, അല്ലെ. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി, അല്ലെങ്കിൽ കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വ്യക്തി ആരാണ്? K ജയകുമാർ ആണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയാണ് ജേതാക്കളായത്, അല്ലെ. ഇത് നോട്ട് ചെയ്യണം, ഇതൊക്കെ ചോദിക്കാറുണ്ട്. സ്കൂൾ കലോത്സവവും കായികോത്സവവും ഒക്കെ ചോദിക്കാറുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി, അല്ലെ. നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്, അല്ലെ. സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു, വിജയ് തൃശ്ശൂരാണ്. അടുത്തൊരു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രേബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായി, അല്ലെ. നമുക്കറിയാം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പേര് ശ്രദ്ധിച്ചു വായിക്കണം, അല്ലെ. പ്രേബോവോ സുബിയാന്തോ, അല്ലെ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രേബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. പല്ല് തെറിച്ചു പോകുന്ന ടൈപ്പ് പേരാണ്, അല്ലെ, പ്രേബോവോ സുബിയാന്തോ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ CRPF മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. ഇത് ജനുവരിയിലെ വിവരമാണ്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ, അത് CRPF മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് വിതുൽ കുമാർ. അടുത്തൊരു പോയിന്റ് നോക്കാം. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. ഇത് ജനുവരിയിലെ വിവരമാണ്. തോംസൺ ജോസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടു. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി, അല്ലെ. അപ്പൊ എന്താണ് ആ കോമറ്റിന്റെ പേര്? കോമറ്റ് G3 എന്നാണ്, അല്ലെ. വാൽനക്ഷത്രം കോമറ്റ് G3. 1,60,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 ദൃശ്യമായി. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ, അല്ലെ, റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരമായിരുന്നു, അല്ലെ. അപ്പൊ എന്താണ് നടക്കും യന്ത്രക്കൈ പരീക്ഷണം എന്ന് പറയുന്നത്? എന്താണ്? ഇന്ത്യ, അല്ലെ, പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരമായി, അല്ലെ. അടുത്തൊരു പോയിന്റ്. ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ, ന്യൂസിലൻഡ് ഓപ്പണർ ക്രിക്കറ്ററാണ്, ന്യൂസിലൻഡ് ക്രിക്കറ്റർ, അല്ലെ, മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡ് ക്രിക്കറ്റർ, അല്ലെ, ഓപ്പണർ ക്രിക്കറ്ററാണ് മാർട്ടിൻ ഗപ്റ്റിൽ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനബാരോ ലൂക്കാസ് ആണ് പുതിയ ലോകമുത്തശ്ശി, അല്ലെ. അപ്പൊ പുതിയ ലോകമുത്തശ്ശി ആരാണ്? ഇന കനബാരോ ലൂക്കാസ്, അല്ലെ. ബ്രസീലുകാരിയാണ്, കന്യാസ്ത്രീയാണ്, അല്ലെ. ഇപ്പോൾ ഇവരാണ് ലോകമുത്തശ്ശി എന്നറിയപ്പെടുന്നത്, അല്ലെ. അടുത്തൊരു പോയിന്റ്. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി, അല്ലെ. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഒരു സ്ഥിരം ചോദ്യം ഇതായിരിക്കും. ഡോക്ടർ വി നാരായണനാണ് നമ്മുടെ പുതിയ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഡോക്ടർ വി നാരായണനാണ് നമ്മുടെ പുതിയ ISROയുടെ പുതിയ ചെയർമാൻ. അടുത്തൊരു പോയിന്റ് നോക്കാം. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു, അല്ലെ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു. ഇദ്ദേഹത്തിന് പ്രായഭേദമന്യേ ഫാൻസ് ഉള്ളതാണ്, അല്ലെ. എല്ലാ പ്രായക്കാരെയും ഒരേപോലെ പിടിച്ചിരുത്തുന്ന ശബ്ദമാതിരിയാണ് ഇദ്ദേഹത്തിൻ്റെത്, അല്ലെ. അടുത്തൊരു പോയിന്റ് നോക്കാം.
US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം, അല്ലെ. അടുത്തിടെ അന്തരിച്ചതാണ്. US-ന്റെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു, അല്ലെ. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പേര് ജിമ്മി കാർട്ടർ. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു, അല്ലെ. രാജഗോപാല ചിദംബരം അന്തരിച്ചു. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് ശ്രീ രാജഗോപാല ചിദംബരം. അദ്ദേഹം അന്തരിച്ചു. അടുത്തൊരു പോയിന്റ് നോക്കുക. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ, ബൊട്ടാനിസ്റ്റ് ആണല്ലേ, സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. അടുത്ത ഒരു പോയിന്റ് നോക്കി. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഈ നിര്യാണങ്ങളൊക്കെ പരീക്ഷ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചോദിക്കുന്നുണ്ട് മിക്ക ക്വസ്റ്റ്യനിലും. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരൻ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ അദ്ദേഹത്തിന്റെ കായിക ഇനം ഏതാണ്? ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷിനെ നമുക്കറിയാം, അദ്ദേഹം ചെസ് പ്ലെയർ ആണ്, അല്ലെ. ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ടീം ക്യാപ്റ്റനാണ്, ഹോക്കി കളിക്കാരനാണ്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ശ്രീ ഹർമൻപ്രീത് സിംഗ്. പാരാ അത്ലറ്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു, അല്ലെ. അപ്പോൾ ഖേൽരത്ന നേടിയ ആരൊക്കെയാണ്? മനു ഭാക്കർ, ഡി ഗുഗേഷ്, പ്രവീൺ കുമാർ, ഹർമൻപ്രീത് സിംഗ്, ഇത്രയും പേരാണ്, അല്ലെ. അതിൽ മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്, ഡി ഗുഗേഷ് ചെസ് പ്ലെയർ ആണ്, അതേപോലെ ഹർമൻപ്രീത് സിംഗ് ഹോക്കി പ്ലെയർ ആണ്, ഹോക്കി ടീം ക്യാപ്റ്റൻ കൂടിയാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്. ഇവർക്കാണ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മലയാളി നീന്തൽ താരമായിട്ടുള്ള സാജൻ പ്രകാശ് അർജുന അവാർഡിന് അർഹനായിട്ടുണ്ട്. മലയാളി നീന്തൽ താരമാണ്. അപ്പൊ സാജൻ പ്രകാശ് ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെ, സ്വിമ്മിങ്, നീന്തലാണ്. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മറ്റ് മലയാളിയായിട്ടുള്ള ബാഡ്മിന്റൺ കോച്ച്, അല്ലെ, S മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി. അപ്പോൾ അടുത്തിടെ ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ബാഡ്മിന്റൺ കോച്ച് ആരാണ്? S മുരളീധരൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് ലഭിച്ചത് ഖേൽരത്നയും. അതുപോലെ സാജൻ പ്രകാശ് മലയാളിയായ നീന്തൽ താരമാണ്, അദ്ദേഹത്തിന് അർജുന അവാർഡും. അതുപോലെ S മുരളീധരൻ മലയാളിയായ ബാഡ്മിന്റൺ കോച്ചാണ്, അദ്ദേഹത്തിന് ലഭിച്ചത് ദ്രോണാചാര്യ പുരസ്കാരവുമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് ലഭിച്ചു. എന്താണ് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ലഭിച്ച വ്യക്തിയാരാണ്? കൊനേരു ഹംപിയാണ്, അല്ലെ. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യയുടെ വനിതയാണ് കൊനേരു ഹംപി. വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു, അല്ലെ. ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. ആരാണ്? ഇറ ജാദവ് ആണ്, മുംബൈ ഓപ്പണർ ആണ്, അല്ലെ. നോക്കുക, വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെയാണ് 187 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ, അല്ലെ. അപ്പോൾ ഇന്ത്യ എന്താണ് ആ ഒരു റെക്കോർഡ്? 50 ഓവറിൽ 370 റൺസ് നേടിയിട്ടുണ്ട്. എവിടെ? വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെയാണ് ഇന്ത്യ ഈ ഒരു റെക്കോർഡ് ഇട്ടിട്ടുള്ളത്. അടുത്ത 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തതായിരുന്നു ഇതുവരെയുള്ള ഒരു ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. ഇപ്പൊ 358 കവർ ചെയ്ത്, അല്ലെ, 50 ഓവറിൽ 370 റൺസ് ഇന്ത്യ സ്കോർ ചെയ്തു.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി അല്ലെ. അപ്പോൾ സന്തോഷ് ട്രോഫി നേടിയതാരാണ്? സന്തോഷ് ട്രോഫി ബംഗാളാണ്. ബംഗാൾ ആരെയാണ് തോൽപ്പിച്ചത്? കേരളത്തിന്. എങ്ങനെ? 1-0 തോൽപ്പിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. അപ്പോൾ ഇത്രയുമാണ് 2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് കൂടുതൽ വീഡിയോ ഇടുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.